വർഷം പരീക്ഷ നടത്തിയത് ഈ മാർച്ച് മാസം 4,14,290 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. പ്രൈവറ്റ് വിഭാഗത്തിൽ 251 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. കേരളത്തിൽ 47 സെന്ററുകളിലായിട്ട് 2,683 വിദ്യാർത്ഥിനികളാണ് THSLC പരീക്ഷ ഈ വർഷം എഴുതിയത്. AHSLC പരീക്ഷ കേരള കലാമണ്ഡലത്തിലെ 74 വിദ്യാർത്ഥിനികളാണ് പരീക്ഷയ്ക്കിരുന്നത്. ഈ വർഷം മാർച്ച് മാസം 2026 മാർച്ച് മാസം 5 മുതൽ 30 വരെയാണ് പരീക്ഷകൾ നടത്തിയത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്ത് 72 ക്യാമ്പുകളിലായിട്ട് ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെയുള്ള 14 പ്രവൃത്തി ദിനങ്ങളിലാണ് നടത്തിയത്. ആകെ 9,968 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ടാണ് പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കുന്നത്. SSLC പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷണർ ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാ ഭവൻ ജീവനക്കാർക്കും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രഥമ അധ്യാപകർ, അധ്യാപികമാർ, മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയ അധ്യാപകമാർ എല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും കൂടി അനുമോദനങ്ങൾ അറിയിക്കുന്നു. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തെ തുടർന്ന് 3:30 മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥിനികൾക്ക് ലഭ്യമാകുന്നതാണ്. ഈ വർഷം മുതൽ പരീക്ഷാഫലം ഡിജി ലോക്കറിലും സ്റ്റേറ്റ് IT മിഷനുമായിട്ട് സഹകരിച്ച് വാട്സാപ്പ് സന്ദേശവുമായിട്ട് ലഭ്യമാക്കുവാനുമുള്ള ക്രമീകരണങ്ങളും DGE ഏർപ്പാടാക്കിയിട്ടുണ്ട്. 9188619958 9188619958 എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് നൽകിയാൽ പരീക്ഷാഫലം ലഭ്യമാകുന്നതിനുള്ള ഏർപ്പാട് IT മിഷനുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഈ വർഷം SSLC റെഗുലർ പരീക്ഷയ്ക്ക് 4,14,290 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. 4,14,290. പരീക്ഷ എഴുതിയവരിൽ 4,10,456 വിദ്യാർത്ഥിനികൾ. 4,10,456 സ്റ്റുഡൻസ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. വിജയ ശതമാനം 99.07%, 99.07%. കഴിഞ്ഞ വർഷം ഇത് 99.5% ആയിരുന്നു, 99.5% ആയിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 30,514 വിദ്യാർത്ഥിനികൾ, 30,514 സ്റ്റുഡൻസ് എല്ലാ വിഷയങ്ങൾക്കും A+ അർഹരായി. കഴിഞ്ഞ വർഷം ഇത് 61,449 ആയിരുന്നു. സെക്സ് ഡിസാഗ്രിഗേറ്റഡ് ഡേറ്റ നോക്കുമ്പോൾ പരീക്ഷ എഴുതിയ ആൺകുട്ടികളുടെ എണ്ണം 2,10,727. അവരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 2,80,474, 2,08,474. 98.93% ആൺകുട്ടികൾ SSLC പരീക്ഷ എഴുതിയ 98.93% ആൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. പെൺകുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ പരീക്ഷ എഴുതിയത് 2,03,563 പെൺകുട്ടികളാണ്. അവരിൽ 2,01,982, 2,20,19. ഫോൺ ഓഫ് ആണ്. ഓക്കെ. പെൺകുട്ടികളുടെ കണക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പരീക്ഷ എഴുതിയ പെൺകുട്ടികളുടെ എണ്ണം 2,03,563. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ പെൺകുട്ടികളുടെ എണ്ണം 2,01,982. അതായത് 99.22%,
99.22% പെൺകുട്ടികൾ പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ 20,771 പെൺകുട്ടികൾ ഫുൾ A+ നേടി, 20,771. എന്നാൽ ഫുൾ A+ നേടിയ ആൺകുട്ടികളുടെ എണ്ണം 9,743. ഫുൾ A+ നേടിയ പെൺകുട്ടികൾ ഗേൾസ് 20,771, 20,771. ഫുൾ A+ നേടിയ ആൺകുട്ടികൾ 9,743, 9,743. അത് സ്ലൈഡ് കാണിച്ചിട്ടില്ലേ? ഓക്കെ, ബുക്ക്ലെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. പെൺകുട്ടികൾ ഓക്കെ, ആൺകുട്ടികൾ ഫുൾ A+ നേടിയത് 9,743, 9,743. പെൺകുട്ടികൾ 20,771, 20,771. ഓക്കെ. പ്രൈവറ്റ് ആയിട്ട് SSLC പരീക്ഷ എഴുതിയതിൽ പഴയ സ്കീം പ്രകാരമാണ് പ്രൈവറ്റ് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നത്. 251 പേര് പ്രൈവറ്റ് ആയിട്ട് എഴുതിയതിൽ 189 പേർ വിജയിച്ചു. 75.3% അവരുടെ വിജയ ശതമാനം. 189, 75.3% ആണ് ഇതിന്റെ പാസ് പെർസെന്റേജ്. മൊത്തം വിജയം പരിശോധിക്കുമ്പോൾ വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട റവന്യൂ ജില്ല 99.72%. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ്, 100%. ഫുൾ A+ ശതമാനക്കണക്കിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ A+ ഔട്ട് ഓഫ് ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു റോട്ട് ദി എക്സാം, അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. പിന്നെ ഫുൾ A+ ശതമാനക്കണക്കിൽ പരിശോധിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. 11.6% of children who wrote the exam from Kollam got full A+. 11.6%. 11.6% of all the children who wrote the exam from Kollam got full A+. ഗൾഫ് സെന്ററുകളിലെ പരീക്ഷാഫലം പരിശോധിക്കുമ്പോൾ ഗൾഫിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ തയ്യാറാക്കിയിരുന്നത്. അവിടെ പരീക്ഷയ്ക്ക് അസസ് ചെയ്യപ്പെട്ടത് 631 കുട്ടികളാണ്. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ സെന്ററുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ 9 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് 386 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. 377 പേർ വിജയിച്ചു. 97.67% ലക്ഷദ്വീപിന്റെ വിജയ ശതമാനം. അവിടെ 6 സെന്ററുകൾ 100% വിജയം കൈവരിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ മലപ്പുറം എടരിക്കോടില് PKMMHSS 2030 കുട്ടികൾ 2030 വിദ്യാർത്ഥിനികളാണ് ആ സ്കൂളിൽ നിന്നും SSLC പരീക്ഷ എഴുതിയത്. അവരിൽ 2026 കുട്ടികൾ വിജയിച്ചു. 99.08% ആണ് വിജയ ശതമാനം. ആ സ്കൂളിൽ നിന്നും 152 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. THSLC ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷ ഈ വർഷം 47 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ടാണ് നടത്തിയത്. 2683 വിദ്യാർത്ഥിനികളാണ് THSLC പരീക്ഷ എഴുതിയത്. അവരിൽ 2649 പേര് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 98.73% വിജയ ശതമാനം. അവരിൽ 130 കുട്ടികൾക്ക് ഫുൾ A+, എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിക്കുകയുണ്ടായി.